എന്തായാലും നല്ലൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഉണ്ടാവും. നന്നായി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ആള് തന്നെയാണ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം CPM-ന്റെയും UDF-ന്റെയും, അതായത് പ്രത്യേകിച്ച് ലീഗ്, കോൺഗ്രസ്, UDF-ന്റെയും പിന്നെ LDF-ന്റെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് CPM-ന്റെ ഒരു വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലമാണ്. അപ്പോൾ UDF ആണ് കൂടുതൽ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത്, LDF-ഉം വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 38 വോട്ടിനാണ് UDF-ലെ ലീഗിലെ നജീബ് കാന്തപുരം ഇവിടെ നിന്ന് വിജയിക്കുന്നത്. KPM മുസ്തഫയാണ് പരാജയപ്പെട്ടത്. ഇത്തവണ UDF-ന്റെ നജീബ് കാന്തപുരം തന്നെ മത്സരിക്കാനാണ് സാധ്യത കാണുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്വതന്ത്രരെ തേടുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു എന്താ പറയാ, ഇങ്ങനെ തമാശയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി രാജേഷ് നമ്മോടൊപ്പമുണ്ട്. LDF-ന് ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ ഉണ്ടാവുക, പാർട്ടി സ്ഥാനാർത്ഥി വരുമോ? എന്താണ് LDF-ന്റെ തീരുമാനം, CPM-ന്റെ തീരുമാനം? അതില് മത്സരിക്കുന്നത് ആരാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ശേഷമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. എന്തായാലും നല്ലൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഉണ്ടാവും. നന്നായി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ആള് തന്നെയാണ് ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് ഇപ്പൊ LDF സ്വതന്ത്രരെയാണ് പരിഗണിക്കുക എന്നതാണ് നേതൃത്വത്തിലെ പല ആളുകളും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സ്വതന്ത്രരിൽ ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിളി വന്നു, താങ്കൾ മത്സരിക്കണമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പറക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉള്ള മറ്റുള്ള ചില ആളുകൾക്കും ജില്ലാതലത്തിൽ നിന്നും മത്സരിക്കണമെന്ന സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കരുത്തനായ ഒരാൾ തന്നെ നജീബ് കാന്തപുരം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു വല്ലാത്തൊരു ഹൈപ്പുണ്ട്. അതായത് അദ്ദേഹം വ്യക്തമായി ഒരുപക്ഷെ ഇവിടെ നിന്നാൽ വലിയ വിജയം നേടാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്രൻ തന്നെ ഇറക്കാൻ CPM-ന് കഴിയും. തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ കേരളത്തിലുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ എന്താ പറയുക, ആളുകൾ പരത്തുന്ന അല്ലെങ്കിൽ പറയുന്ന വാർത്തകൾ, അത് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെയൊക്കെ അഭ്യൂഹങ്ങളാണ്. അതിപ്പോൾ നമ്മളങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ഒരു 10-35 വോട്ടുകൾക്കാണ് 3 വാർഡ് LDF-ന് നഷ്ടമാവുന്നത്. ഒരു വാർഡ് 1 വോട്ടിനാണ് തോൽക്കുന്നത്, ഒരു വാർഡ് 7 വോട്ടിനാണ് തോൽക്കുന്നത്, മറ്റൊരു വാർഡ് 26 വോട്ടിന് മറ്റാ തോൽക്കുന്നത്. അപ്പോൾ മനസ്സിലാവുമല്ലോ, പുലാമന്തോൾ പഞ്ചായത്ത് നഷ്ടപ്പെടുന്നത് ഒരു വാർഡ് 2 വോട്ടിന് തോറ്റതിന്റെ ഭാഗമായിട്ട്. 2 വോട്ടിനാണ് ശരിക്കും ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടുന്നത്. ഇവിടെ ഏലംകുളത്താണെങ്കിൽ ഒരു വാർഡ് 11 വോട്ടിനും മറ്റൊരു വാർഡ് 13 വോട്ടിനാണ് തോൽക്കുന്നത്. അപ്പോൾ 24 വോട്ടിനാണ് 2 വാർഡ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് തോൽവി ഉണ്ടാവുന്നത്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് അവരാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷെ ഇടതുപക്ഷത്തിന് ഈ പറയുന്ന 3 പഞ്ചായത്തുകളിലും ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. മേലാറ്റൂർ പഞ്ചായത്താണെങ്കിൽ അതിന്റെ റിസൾട്ട് പരിശോധിച്ചാലും അറിയാം, ഇടതുപക്ഷത്തിന് പിന്നെ അത്ര പുറകോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആലിപ്പറമ്പും താഴേക്കോടും വെട്ടത്തൂരുമാണ് രാഷ്ട്രീയമായി പൊതുവിൽ UDF-ന് മേൽക്കൈ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്രദേശങ്ങളാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രമൊക്കെ മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രയോറിറ്റി അല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും അതിനെ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ജനവിധി ആയിരിക്കും ഉണ്ടാവുക. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നന്നായി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ, വോട്ട് നേടാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ LDF രംഗത്തിറക്കും, കളത്തിലിറക്കുമെന്നാണ് ഏരിയ സെക്രട്ടറി രാജേഷ് പറഞ്ഞു വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലും ചെറിയ
നിസ്സാര വോട്ടിനൊക്കെയാണ് CPM LDF പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വലിയൊരു മേധാവിത്വം ഉണ്ടായി എന്ന് UDF അവകാശപ്പെടാനും പറ്റില്ല. പെരിന്തൽമണ്ണയിലെ കാര്യം ശരിയാണ്. 35 വോട്ടുകൾക്കാണ് CPM ഇടതുപക്ഷത്തിന് നഗരസഭയുടെ ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തദ്ദേശ പോരാട്ടത്തിലെ ഇതും നിയമസഭയിലെ ചിത്രവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അപ്പൊ ഏതായാലും നല്ല വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും CPM ഇടതുപക്ഷത്തിനായി പെരിന്തൽമണ്ണയിൽ കളത്തിലിറങ്ങുക. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരുവാണ്. വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.